റോജായ 10 MP-മാരിൽ 7 പേരും BJP-യിലേക്ക് പോയി. ആം ആദ്മി പാർട്ടി ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു സാധ്യതകളാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ 2011 അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മൻമോഹൻ സിംഗ് സർക്കാരിനകത്തെ അഴിമതി തുടച്ചു നീക്കാൻ ചൂലുമായിട്ട് ഇറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. അവർക്കതിന് നേതൃത്വം കൊടുത്ത് RSS അനുഭാവിയും ഗാന്ധിയൻ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അഴിമതി വിരുദ്ധ ഒരു പ്രസ്ഥാനം എന്നുള്ള ലേബലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ആം ആദ്മി പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ രൂപം കൈവരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അതിന് വലിയൊരു അംഗീകാരമാണ് ആ ദിവസങ്ങളിൽ കൊടുത്തത്. കാരണം ഈ അഴിമതി ഉണ്ടെന്ന് ഒരു പുകമറ ഉണ്ടാക്കി അത് വലിയ കോടികളുടെ അഴിമതിയാണെന്ന ഒരു പുകമറ സൃഷ്ടിക്കാൻ RSSഉം ഈ ആം ആദ്മി പാർട്ടിയും ഈ അണ്ണാ ഹസാരെയൊക്കെ ചേർന്ന ഈ സംഘം വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ച കുറേ ആരോപണങ്ങളായിരുന്നു. അതിനകത്ത് ഒരളവോളം ജനങ്ങൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അത്തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊള്ളുകയും ഡൽഹിയിൽ അവർ അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് ഒരു തോന്നലുണ്ടാക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു അവർ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യത്തിന് തുടക്കത്തിൽ രൂപമുണ്ടായത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അന്നേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് RSSന്റെ ഒരു B ടീമാണെന്നും ഇവരുടെ താല്പര്യങ്ങളെല്ലാം അങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ അന്ന് അവരോടൊപ്പം നിൽക്കാൻ CPI ഇന്ത്യയിൽ കോൺഗ്രസിനെ അടിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം എന്നുള്ളതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരോടൊപ്പം ചേർന്ന് ഈ RSSന്റെ ഈ രൂപത്തിന് അവരെല്ലാം ചേർന്ന് സഹായിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ പാർട്ടി ഏതാണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യകാല നേതാക്കന്മാരായിരുന്ന പ്രശാന്ത് ഭൂഷൺ, സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന നേതാവുമൊക്കെ തന്നെ അവർ ഈ അരവിന്ദ് കെജ്രിവാളുമായിട്ട് യോജിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർ പാർട്ടി വിട്ടുപോയി. അന്നേ അവർ പറഞ്ഞിരുന്നതാണ് ഇയാളുടെ ഏകാധിപത്യവും ഇയാളുടെ അഴിമതി വിരുദ്ധ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് വെറും മൂടുപടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടുപോയത്. പിന്നെ നമ്മൾ കാണുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുന്നു, വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. എല്ലായിടത്തും എപ്പോഴും കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അങ്ങനെ 2 തവണ മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് കിട്ടി. 2ാമത്തെ തവണയാണ് മദ്യനയ കേസിൽപ്പെട്ട് ജയിലിലാവുകയും മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പിന്നെ 2 മന്ത്രിമാരെല്ലാം തുടരെ ജയിലിലായൊക്കെ. അങ്ങനെ BJP ഈ പാർട്ടിയെ ഏതാണ്ട് കഷണങ്ങളാക്കുന്ന ലെവലിൽ എത്തിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ ഒരു കാലഘട്ടത്തിലാണ് ഇവർ പഞ്ചാബിൽ ഈ രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഇതിൻ്റെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ രാഘവ് ചദ്ദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 37-38 വയസ്സേ ഉള്ളൂ. അയാളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ ഉപയോഗിച്ച് രാഘവ് ചദ്ദയും സന്ദീപ് പാഠക് എന്ന് പറയുന്ന 2 പേരും കൂടെ ചേർന്നാണ് പഞ്ചാബിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവം കൊടുക്കുകയും അവർ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് അവർ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. 2022 മറ്റോ ആണ് 2022 അവർ അധികാരം പിടിച്ചത്. വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചു വന്നത്. ഏതാണ്ട് 117 അംഗ നിയമസഭയിൽ 94 സീറ്റ് അവർക്ക് അവിടെ കിട്ടി. കോൺഗ്രസിന് 16 സീറ്റും BJPക്ക് 2 സീറ്റും ഒക്കെയാണ്. അതുപോലെ തന്നെ ശിരോമണി അകാലിദളിന് 2 സീറ്റും ഒക്കെയാണ് അവിടെ കിട്ടിയത്. അങ്ങനെ പാർട്ടി വലിയ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ട്. ഡൽഹിയിലെ ഭരണം പോയെങ്കിലും പഞ്ചാബിൽ അവർക്ക് ഭരണം കിട്ടി. അപ്പോൾ ഈ സമയത്താണ് അവർ രാജ്യസഭയിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഈ രാഘവ് ചദ്ദ ഉൾപ്പെടെ ക്രിക്കറ്റ് കളിക്കാരൻ ഹർഭജൻ സിംഗ് ഇങ്ങനെ പലരെയും അവർ പഞ്ചാബ് നിയമസഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തുവിട്ടു. അങ്ങനെ അവരുടെ നിലവിലുള്ള MP-മാരിൽ രാജ്യസഭ MP-മാരിൽ ഏതാണ്ട് 7-8 പേര് ഇവിടുന്ന് തന്നെ ഉള്ളവരാണ്, പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഒരാളോ മറ്റോ ഡൽഹിയിൽ നിന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ അത്രയും 10 പേരുള്ള ഒരു വലിയ രാജ്യസഭയിലെ ഒരു വലിയ ബ്ലോക്കായിട്ട് തന്നെ ഇരുന്നൊരു പാർട്ടിയാണ് ഇപ്പോൾ ചിഹ്ന ഭിന്നമായി BJP കൂടാരത്തിലേക്ക് പോയി കയറിയത്. BJP എന്ന് പറയുന്ന പാർട്ടി
കളങ്കിതരായ ആൾക്കാരെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീൻ ആക്കുന്നു എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ആദ്യമായി കൊണ്ടുവന്നത് രാഘവ് ചദ്ദയാണ്. അതേ രാഘവ് ചദ്ദയാണ് ഇപ്പോൾ ED പേടിച്ച് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഈ ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന സ്ഥിരമായി പറയുന്ന ആ പദ്ധതിയിലൂടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നതിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 7 അംഗങ്ങളെയാണ് ഒരേപോലെ തന്നെ BJPയിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിനകത്ത് 3 പേരെന്ന് പറയുന്നത് പഞ്ചാബിലെ അറിയപ്പെടുന്ന വ്യവസായികളും ഒക്കെയാണ്. അപ്പം അവരെ പൂട്ടാൻ വളരെ എളുപ്പമാണ്. ED എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ എല്ലാവരെയും തന്നെ ഈ പാളയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അധികാര ദുർവിനിയോഗത്തിൻ്റെ വേറൊരു രൂപമാണ്. പക്ഷേ ഈ ആം ആദ്മി പാർട്ടി ഇത് ഡിസർവ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കാരണം കോൺഗ്രസിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വൃത്തികേടുകളും അത് നടപ്പാക്കുകയും അതേപോലെ തന്നെ BJPയെ കുറിച്ച് കോൺഗ്രസ് പറഞ്ഞതിനൊക്കെ നിരാകരിക്കുകയൊക്കെ ചെയ്തിരുന്ന കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും പോയി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പദ്ധതിയായിരുന്നു. ഗുജറാത്തിലായാലും ഗോവയിലായാലും ഹരിയാനയിലൊക്കെ തന്നെ കോൺഗ്രസിനെതിരായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി ഈ ഭരണവിരുദ്ധ വികാരം ചെതറിച്ച് കളയുന്ന ഒരു പദ്ധതിക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് കുടപിടിച്ചു കൊടുത്തവരാണ്. അവരാണ് ഇന്ന് ആ പാർട്ടിയെ BJP ഇന്ന് പൂർണ്ണമായി വിഴുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇനി പഞ്ചാബിൽ എന്ത് സംഭവിക്കും? അടുത്ത വർഷം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കേവലം 2 സീറ്റ് മാത്രമാണ് BJPക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ അണികളെയും നേതാക്കളെയും മൊത്തത്തിൽ കൂടോടെ എടുത്തുകൊണ്ട് അവരൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അധികം ദിവസം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഇപ്പം നിലവിൽ തന്നെ 60 MLA-മാർ കൂടുമാറാൻ വേണ്ടി റെഡിയായിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ രാഘവ് ചദ്ദയായിരിക്കാം പഞ്ചാബിലെ BJPയുടെ മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഈ നടന്നിരിക്കുന്ന ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ഡൽഹിയിൽ അവർ തോറ്റു കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോലും അവർക്ക് കാര്യമായ അംഗങ്ങളില്ല. ആകെ ലോക്സഭയിൽ 3 പേരേ ഉള്ളൂ. അത് 3 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അവർ കൂടുമാറുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. അല്ല, ഈ പോകുന്നവരല്ലേ ഈ അഴിമതിക്കെതിരെ ചൂലെടുത്താണ് ഈ ആം ആദ്മി പാർട്ടി വരുന്നത്. പക്ഷെ ഇവരെല്ലാം പറയുന്നത് പാർട്ടി മൊത്തം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ അത്രയ്ക്ക് മാത്രം അഴിമതി നടത്തുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. ഈ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വ്യവസായികൾ കച്ചവടക്കാരൊക്കെ വരാൻ എന്താ താല്പര്യം കാണുന്നത്? അവരുടെ അഴിമതി മറച്ചു വെക്കാനുള്ള ഒരു മറയായിട്ടാണ്. ഇപ്പൊ രജീന്ദർ ഗുപ്ത എന്ന് പറയുന്നത് പഞ്ചാബിലെ അറിയപ്പെടുന്ന വലിയ കോടീശ്വരനാണ്. അയാൾക്ക് സീറ്റ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടേക്ക്. അതേപോലെ തന്നെ അങ്ങനെ മറ്റ് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന ഒരാളുണ്ട് ഇതിനകത്ത്. അങ്ങനെ പലരെയും ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എവിടെയാണ്? അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളും മറ്റും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ അവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ആരോപണങ്ങൾ വന്ന്. ഇത് നമ്മൾ കണ്ടതല്ലേ എങ്ങനെയാണ് ഡൽഹിയിലെ മദ്യനയ കേസിനകത്ത് ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ള ഒരു സംഘവുമായി ഇയാൾ ചേർന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അതേപോലെ തന്നെ കോടികൾ മുടക്കിയാണ് സർക്കാർ പണം ഉപയോഗിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ അയാളുടെ ഔദ്യോഗിക വസതി ബോഡി പിടിപ്പിച്ചത്. അപ്പം ഇതൊക്കെ കണ്ട അഴിമതി വിരുദ്ധത എന്ന് പറഞ്ഞ് ജനങ്ങളോട് പറയുകയും അഴിമതി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറി. ഇപ്പം നമ്മൾ എല്ലാ കാലവും ജനങ്ങളെ പറ്റിച്ച് നിൽക്കാൻ പറ്റൂല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ആം ആദ്മി പാർട്ടിക്കുണ്ടായ അനിവാര്യമായ പതനം എന്ന് പറയുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം തന്നെ എന്താണോ കോൺഗ്രസിനെതിരെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് മുഴുവൻ ആ പാപഭാരം മുഴുവൻ ഇവരുടെ തലയിലേക്ക് വീണിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ വന്ന് മുഴുവൻ അഴിമതിക്കാരാണ്. അതുകൊണ്ടാണല്ലോ EDയെ പേടിച്ച് കൂടുമാറിപ്പോകുന്നത്. നിങ്ങൾ അഴിമതിക്കെതിരായിട്ട് നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് EDയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ED കാണിച്ച് പേടിപ്പിച്ചപ്പോഴത്തേക്ക് BJP എല്ലാ കാലത്തും ഉപയോഗിക്കുന്നതാണ്. EDയെയും ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയ ശത്രുക്കളെ പേടിപ്പിച്ച് കൂടുമാറ്റുന്നു. ക്ലാസിക് എക്സാമ്പിളാണ് മഹാരാഷ്ട്രയിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാനെ EDയെ കാണിച്ച് പേടിപ്പിച്ച് BJPയിലേക്ക് കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം സോണിയാഗാന്ധിയെ വിളിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ നിവൃത്തി കേട്ട് എന്നെ ഭയപ്പെടുത്തിയാണ് ഞാൻ അപ്പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പലരുടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും BJP നടത്തുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് EDയെയും ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കുക, കൂടോടെ അവരെ ഇപ്പുറത്തേക്ക് മാറ്റുക.
ആ ഒരു രാഷ്ട്രീയമാണ് BJP തുടക്കം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, BJPയുടെ തന്ത്രം കൃത്യമായി നടപ്പാക്കി എന്ന് തന്നെ പറയാം. കാരണം കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയെ പോലെ ഒരെണ്ണത്തിന് പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അതിലൂടെ ഡൽഹി ഭരണം ആം ആദ്മി, അത് കഴിഞ്ഞ് BJPയിലേക്കായി. അതുപോലെ തന്നെ പഞ്ചാബിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചു, ആം ആദ്മി പാർട്ടിയായി. ആ പാർട്ടിയെ മൊത്തത്തിൽ ഇപ്പം BJPയിൽ എത്തിച്ചു. അപ്പം BJPയുടെ തന്ത്രമാണ് ആം ആദ്മി പാർട്ടി, അത് തന്നെയാണ് കോൺഗ്രസ്. അതല്ലേ പറഞ്ഞേ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാപട്യക്കാരനായ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന സോക്കോൾഡ് ഗാന്ധിയനെ ഉപയോഗിച്ചാണ് കോൺഗ്രസിനെതിരെ അന്ന് ഈ വലിയ അഴിമതി വിരുദ്ധ സമരം നടത്തി. അയാളൊരു RSSന്റെ ചൂട്ടായിരുന്നു, ആയുധമായിരുന്നു എന്നുള്ളത് അന്നേ എല്ലാവരും പറയുന്നത്. പക്ഷെ അന്ന് പലരും ഈ ഗാന്ധിയൻ എന്നുള്ള പരിവേഷത്തിൽ വന്ന ഇയാളെ വിശ്വസിച്ചാണ് ഈ ആൾക്കാർ അധികം അന്ന് അഴിമതി വിരുദ്ധത എന്ന് പറഞ്ഞ് കൂടെ കൂടിയത്. എന്നിട്ടോ ഇപ്പോൾ നടക്കുന്ന അഴിമതിക്കെതിരായിട്ട് BJP കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മിണ്ടുന്നില്ലല്ലോ. അയാൾ വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു പ്രസ്ഥാനം സൃഷ്ടിച്ച് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള ബോധമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇല്ലാതായി പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് തട്ടിപ്പ് പ്രസ്ഥാനം ഉണ്ടായത്. ഇപ്പൊ ഇന്ന് അവർ ചെയ്തു കൂട്ടിയ പാതകത്തിന്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിക്കുന്നത്. അവർ ഈ അടുത്ത കാലത്ത് പോലും എന്താണ് ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസിനെ ചീത്തയും വിളിച്ചുകൊണ്ടാണ് അവര് ഇന്ത്യ മുന്നണി വിട്ടുപോയത്. ഇപ്പോൾ ഇതേ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആ പാർട്ടിയെ മൊത്തത്തിൽ തന്നെ BJP വിഴുങ്ങിയിരിക്കുകയാണ്. ഈ രാജ്യസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു പാർട്ടിയിൽപ്പെട്ട അതിൽ 3-2 അംഗങ്ങൾ ഒരുമിച്ച് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ വളരെ മാന്യതയും മുതിർന്ന ആൾക്കാരെയുമാണ് രാജ്യസഭയിലേക്ക് വിടുന്നത്. അവര് ഒരു അടിസ്ഥാനപരമായ മൂല്യങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് വേറൊരു പാർട്ടിയിലേക്ക് പോയി ചേരുന്നത്. അതിന് പറയുന്ന ന്യായീകരണങ്ങളൊക്കെ തന്നെ രസകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അഴിമതിക്കെതിരെ വന്നൊരു പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് ഇല്ലാതായി പോകുന്ന ഒരു ദുരന്തമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനി കാണാനിരിക്കുന്നത്.